12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച വടക്കാഞ്ചേരി തലപ്പിള്ളി താലൂക്ക് പരിസരത്ത് ജീവനക്കാരും അധ്യാപകരും ഐക്യദാർഢ്യ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. KGNA സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആന്റണി ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ സെക്രട്ടറി രാജീവ് KR അധ്യക്ഷനായി. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് ബിബിൻ ജോസഫ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജീഷ് കുമാർ, ഷാജേഷ്, ജയകുമാർ, ഹിമ തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗവും നടക്കുന്നത് നമുക്കറിയാം. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണം. അതോടൊപ്പം ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കണം. FRDA നിയമം പിൻവലിക്കണം. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക. വിദ്യാഭ്യാസ സർവീസ് മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടേതായ 4 ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിരന്തരമായിട്ടുള്ള കാലാകാലങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന 5 വർഷ ശമ്പള പരിഷ്കരണ തത്വം അട്ടിമറിച്ചുകൊണ്ട് പല കാലങ്ങളിലും ഇന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ UDF സർക്കാർ നിലകൊണ്ടപ്പോൾ ഒക്കെ തന്നെ ആ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ ലഭ്യമാക്കാത്ത സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്.